ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ കുഞ്ഞിൻ്റെ ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പറഞ്ഞായിരുന്നു ഡെലിവറിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. നമുക്ക് സിസേറിയൻ ആയിരുന്നു. അന്നേരം അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കൂ. എനിക്കറിയത്തില്ലല്ലോ, നമ്മുടെ അങ്ങനെയല്ല, സിസേറിയന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ഡെലിവറി വ്ളോഗ് അങ്ങനെ മീൻസ് അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സിസേറിയൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. ബാക്കി എല്ലാവർക്കും എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല. ഭയങ്കര വേദനയായി, എഴുന്നേറ്റ് കിടക്കാൻ ബുദ്ധിമുട്ടാണ്, കുഞ്ഞിനെ നോക്കാൻ പാടാ. പക്ഷെ എൻ്റെ കാര്യത്തിൽ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തുള്ളി പോലും വേദനയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ചേട്ടായോട് പറയുകയും ചെയ്തു, അവരെന്നെ സിസേറിയൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ചുമ്മാതാണു. എനിക്ക് എൻ്റെ അമ്മ സത്യമായിട്ടും തുള്ളി പോലും വേദനയില്ലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു. ഇപ്പം പൊൻകുന്നം അരവിന്ദ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങള്. സെപ്റ്റംബർ 27-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നത് ഡോക്ടർ പറഞ്ഞിരുന്നു നോർമൽ ഡെലിവറി അതുവരെ പറഞ്ഞിരുന്നത്. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ട്. ഇങ്ങനെ എന്നെ വയറ് നോക്കിയിട്ട് പറഞ്ഞു. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഡോക്ടർ എന്റെ വയറ് കണ്ടിട്ട് പറഞ്ഞു കുഞ്ഞിന്റെ കഴുത്തിൽ കോഡ് ചുറ്റിയിട്ടുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. പിറ്റേ ദിവസം നിങ്ങൾ വന്നൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. സ്കാനിങ്ങിന്റെ കാര്യമാണെങ്കിൽ ഒന്ന് പറഞ്ഞത് ഇന്ന് സ്കാൻ ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്ന് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്തു. പക്ഷെ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഡോക്ടർ പുതിയതായിട്ട് വന്നിരിക്കുന്നതാ. അപ്പം എന്നെ 2 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ പിറ്റേ ദിവസം ഉള്ള. കാരണം ആദ്യത്തെ ബേബി ഞങ്ങൾക്ക് അബോർഷൻ ആയതായിരുന്നു. അപ്പം 2 കൊല്ലമായിട്ട് ഞങ്ങൾ അരവിന്ദ തന്നെ ഭാഗ്യവതി ഡോക്ടറിന്റെ അടുത്താണ് കാണിക്കുന്നത്. അപ്പം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം സിഞ്ചു എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. ഡോക്ടറും 2 കൊല്ലമായിട്ട് സ്കാനിങ്ങിന് അവിടെ. അതെ, അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പം കുഞ്ഞിന്റെ കഴുത്തെ കോഡ് ചുറ്റിയിട്ടുണ്ട്. പക്ഷെ അതത്ര ഇതൊന്നുമല്ല, നോർമൽ ഡെലിവറി കുഴപ്പമൊന്നുമില്ല. ഒറ്റ റൗണ്ടേ ചുറ്റിയിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി നടക്കത്തില്ല, സിസേറിയൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ തൊട്ട് എന്റെ കിളി പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ പുകയൊക്കെ പറക്കുന്ന പോലെ നമ്മൾ മറ്റേ ഇത് കൊടുക്കല്ലേ. അതെ, നമ്മൾ ഡോക്ടർ ആകെപ്പാടെ വഴക്ക് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എപ്പോഴും നമ്മളെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കണം. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ അവിടെ തൊട്ട് ഭയങ്കരമായിട്ട് കരയുന്ന. എന്നതാണെങ്കിൽ ഞങ്ങളോട് ഭയങ്കര ഒരു കെയറിങ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ആദ്യം മുതലേ ഒരു ഈ ഭാഗ്യ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, റിട്ടയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡോക്ടറാണ്. അപ്പൊ നല്ല ഏജ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ശരിക്കും എന്റെ ഒരു വല്യമ്മ, അതുപോലെ അതെ ഒരു അമ്പൂറ്റി അമ്മ. അപ്പം ഡോക്ടർ എന്നെ സമാധാനിപ്പിച്ചു വിട്ടു. ഇനി വരുമ്പം ഞങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു നമുക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. നമുക്ക് നോർമൽ ഡെലിവറിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു. എന്നിട്ട് ആ 7 വരെ നമ്മൾ നോക്കണ്ട, ആ ഒരു വീക്കിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു ദിവസം നല്ലത് നോക്കി നിങ്ങൾ പറയാം. വേണമെന്നുണ്ടെങ്കിൽ 7 വരെ വെയിറ്റ് ചെയ്യാം, നോർമൽ ഡെലിവറിക്ക് നോക്കാം. പക്ഷെ ഞാൻ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടേ, ടെൻഷൻ അടിച്ച് വന്ന് ചെയ്യണോ അതോ സമാധാനപൂർവ്വം ചെയ്താൽ മതിയോ വീട്ടിലൊക്കെ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ വീട്ടിൽ വന്ന് ചോദിച്ചപ്പം വീട്ടിലും പറഞ്ഞു റിസ്ക് ആണെങ്കിൽ വേണ്ട, നല്ലൊരു ദിവസം നോക്കി. അങ്ങനെയാണ് ഒക്ടോബർ 4-ാം തീയതി 4 ബുധനാഴ്ച രാവിലെ 9:45 സിസേറിയൻ. അപ്പം ചൊവ്വാഴ്ച ഞങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത്യാവശ്യം വൈകിട്ട് വന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മള് ലേബർ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിലെ റൂമിലാണ് നമുക്ക് റൂം കിട്ടിയത്, തൊട്ടടുത്ത് നഴ്സുമാര്. അപ്പൊ ഞങ്ങള് എന്നാ ഇത് വൈകുന്നേരം അവിടെ അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. ഞാനപ്പം 27-ാം തീയതി തൊട്ട് കരച്ചിലും കാര്യങ്ങളും ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുന്ന ആ സമയം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മുതൽ തന്നെ പുള്ളി കരച്ചു തുടങ്ങിയതാ. ഹോസ്പിറ്റലിൽ എത്തിയിട്ടും കരച്ചിയാ. ഞങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഞാൻ കരയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം അനസ്തേഷ്യ തരുന്നത് ഇങ്ങനെ വയറ് വളച്ച് മൂക്കെ കൊണ്ട് ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച ഭയങ്കര വേദനയായിരിക്കും. അനസ്തേഷ്യ എടുക്കും. പിന്നെന്താ നമ്മള് വയറ് കീറി കഴിഞ്ഞിട്ട് അവര് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞോ നോക്കാൻ വേണ്ടി ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടോ പിറ്റേ ദിവസം അവര് ഭയങ്കരമായിട്ട് എഴുന്നേറ്റ് നടത്തിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് കുറെ ആൾക്കാർ എന്നെ പറഞ്ഞു പേടിപ്പിച്ചു.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ആകെപ്പാടെ ന്യൂസ് കാണുന്ന ശീലമൊന്നും ഉള്ള കൂട്ടത്തിലല്ല. ഞാൻ അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് തുറക്കുമ്പോഴെല്ലാം കാണുന്ന അവിടെ സിസേറിയനിൽ മരിച്ചു, ഇവിടെ സിസേറിയനിൽ മരിച്ചു എന്നും പറഞ്ഞ് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കും എന്തെങ്കിലും പറ്റും. എന്നിട്ട് ഈ കഥയെല്ലാം പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറയും, ഇന്ന പോലെ ഒരു സിസേറിയൻ നടത്തിയിട്ട് അവിടെ ഒരു ചേച്ചിക്ക് ഇങ്ങനെ പറ്റി. ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങനെ പറ്റുമോ? അതെനിക്ക് അറിയത്തില്ലെന്ന്, മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എനിക്ക് ആകെപ്പാടെ ഉള്ളൊരു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭാഗ്യവതി ഡോക്ടർ. കാരണം കാര്യങ്ങളൊന്നും അല്ല എനിക്കതുപോലെ. കാരണം എൻ്റെ അമ്മയുടെ അടുത്ത് എങ്ങനെയാണോ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും വിളിക്കുന്ന മോളൂന്ന് വിളിക്കുന്നത്. മോളോ നീ കരയാൻ പാടില്ല, നീ ഒരു അമ്മയാണ്. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹം കരുതലും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഡോക്ടറിനെ മാത്രം വിശ്വസിച്ചാണ് നമ്മള് സന്തോഷത്തോടെ അന്ന് വൈകുന്നേരം ഞങ്ങള് എന്തായാലും സിസേറിയനാന്നറിയാം, എന്നാലും ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങള് കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടുത്തെ നേഴ്സ് ആ ചേച്ചിയുടെ കൈ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ലേബർ റൂമിൽ നിന്ന് തരുന്ന പോലെ ഒരു പടം തരുമോ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞു വീഡിയോ പോലെ ആ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വേറൊരു വീഡിയോയിലിടാം. അപ്പം നമ്മൾ വൈകുന്നേരം അഡ്മിറ്റായി. അവർ അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റും ECGയും കാര്യങ്ങളൊക്കെ എടുത്തു. രാത്രി വന്ന് 3-4 വട്ടം കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ആണോ നോർമലാന്ന് നോക്കി. എനിക്ക് വേറെ കരച്ചിലും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ BPയോ കാര്യങ്ങളോ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ബ്ലഡിൽ അത്യാവശ്യം എനിക്ക് നേരത്തെ കൗണ്ട് കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ അത്യാവശ്യം അയണിന് വേറെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ തന്ന് എല്ലാം നോർമലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ അവർ കമ്മലും മാലയൊക്കെ ഊരണമെന്ന് പറഞ്ഞു. എനിക്ക് സിസേറിയനിൽ എൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂക്കൂത്തി ഊരിയ ഓരോ ഒബ്സർവേഷനിൽ അവിടെ കിടക്കണമല്ലോ. അപ്പൊ എൻ്റെ മൂക്കിന്റെ ഓട്ട അടഞ്ഞു പോകും. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. അടഞ്ഞു പോയി എനിക്ക് കുത്തിത്തരാന്ന് പറഞ്ഞു. അപ്പൊ അത് സമാധാനമായി. ഞാൻ വൈകിട്ട് എന്നോട് അപ്പം അത് ഇവരെന്നെ സമാധാനിപ്പിച്ചു. സിസ്റ്റർമാരൊക്കെ വന്നിട്ട് രാത്രിയിൽ ഇത് ഊരി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രാത്രിയിൽ ഊരി വെച്ച് അടഞ്ഞു പോകുന്നു പേടിച്ചിട്ട് ഞാൻ അവര് 5 മണിയാകുമ്പോൾ കുളിക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പോ 4 മണിയൊക്കെ ആയപ്പോ വെച്ചിട്ട് ഗോൾഡെല്ലാം ഊരി വെച്ച് 5 മണിയായപ്പോഴത്തേക്കും കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോഴും ഭയങ്കര കൂളായിട്ട് എന്തായാലും സിസേറിയനാ തീരുമാനിച്ചു. അച്ഛൻ ഇവിടുന്ന് രാവിലെ അമ്മയും വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മ ഞങ്ങൾ കാച്ചമ്മയെന്ന് വിളിക്കുന്നത്. അപ്പം അമ്മയുടെ അമ്മ കാച്ചമ്മ ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നു. അച്ഛൻ രാവിലെ ഇവിടുന്ന് 3:30 കഴിഞ്ഞപ്പോഴത്തേക്കും പോന്നു. 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ 8:30 ആയപ്പോഴാണ് നമുക്ക് 8:30ക്കും 9:00 ഇടയ്ക്ക് സിസേറിയൻ ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് അച്ഛൻ വന്നു. സംഭവങ്ങളെല്ലാം തുടങ്ങുന്ന ഒരു 8 മണിയായപ്പോ അതുവരെ ഓടിപ്പാഞ്ഞ് നടന്നിരുന്നില്ല. തലേന്ന് രാത്രി 9 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ രാത്രിയിൽ 5 മണി വരെ വെള്ളം കുടിച്ചു വരെ വെളുപ്പിനെ. അത് കഴിഞ്ഞാൽ പിന്നെ അതും കുടിക്കല്ലെന്ന് പറഞ്ഞു. അപ്പം വേറെ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് അവരാദ്യം കൊണ്ടുവന്നൊരു പച്ച കളർ ഉടുപ്പ് അതിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുന്ന മറ്റേ കയ്യിൽ മരുന്നും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സൂചിയും കുത്തി. അപ്പം തന്നെ പകുതി രോഗിയായി. എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ യൂറിൻ പോകാനുള്ള കത്തീഡ്രലും കൊണ്ടിട്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് സിസേറിയനിൽ ആകെപ്പാടെ ചെറുതായിട്ടാണെങ്കിലും ഒരു ഇറിറ്റേഷൻ തോന്നിയത്. വേദനയല്ല, യൂറിൻ ട്യൂബ് ഇട്ട് കഴിഞ്ഞപ്പം ചെറിയൊരു ഇറിറ്റേഷൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മൊത്തത്തിൽ ഒരുമാതിരി രോഗി കണക്കായി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവിടുന്ന് സിസ്റ്റർമാർ വന്നു, നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അകത്ത് കയറ്റി കഴിഞ്ഞിട്ട് എന്നെ ഇപ്പം സിസേറിയൻ ചെയ്യും എന്ന് ഓർത്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കാം. കാരണം ഓപ്പറേഷൻ തിയേറ്റർ നേരത്തെ കണ്ടിട്ടുണ്ടാവുകൊണ്ട് അങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യയുടെ ഡോക്ടറിന്റെ വണ്ടി ഇടിച്ചിട്ട് പുള്ളി ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. എനിക്ക് അവിടെ കിടന്ന ടെൻഷൻ ഉണ്ടായിരിക്കും, വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ പുള്ളി ജോൺ സാറ് നേരത്തെയും പുള്ളി DNCയുടെ സമയത്തും എനിക്ക് അനസ്തേഷ്യ തന്ന ഡോക്ടറായിരുന്നു, നല്ല ഡോക്ടറാണ്. അപ്പം പുള്ളി വന്നു, ഷടപടേന്ന് ഓടി വന്നിട്ട് എന്നെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ആ നേരത്തെല്ലാം ഡോക്ടറും സിസ്റ്റർമാരും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. അനസ്തേഷ്യയുടെ ഡോക്ടർ വന്നപ്പോഴും നമ്മുടെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, കരച്ചിൽ കുട്ടിയാ കേട്ടോ, ഭയങ്കര പേടിയാ എന്ന് പറഞ്ഞു. അപ്പോൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി വന്നിട്ട് എന്നെ പയ്യെ ചെരിച്ച് കിടത്തി, അവരുടെ ടേബിളിൽ ചെരിച്ച് കിടത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ കേട്ടോ, അനങ്ങല്ലെന്ന് പറഞ്ഞു.
സത്യം പറഞ്ഞാൽ എങ്ങനെ എന്തോ പുറത്ത് തൂക്കുന്നതും കണ്ടു, ചെറിയൊരു തരിപ്പും. അത്ര എനിക്ക് അനസ്തേഷ്യയുടെ ഓർമ്മയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കാല് പൊക്കി നോക്കാൻ പറഞ്ഞു, എവിടുന്ന് അനങ്ങുന്നില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും, 2 മിനിറ്റ് ഒന്നും എടുത്തില്ല, എന്നെ നേരെ തിരിച്ചു കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് അവരിങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയും കൂടെ വെച്ചു. തുണി വെച്ച് ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ വയറിൽ ഇങ്ങനെ തൂക്കുന്ന എനിക്കറിയാം. ഞാനപ്പോൾ ഓർത്തു, അയ്യോ ഡോക്ടറിന്റെ വയറെ പിടിക്കുന്ന എനിക്കറിയാൻ പറ്റുന്നുണ്ടോ, എടുക്കൂലോന്ന്. അതോർത്തിട്ട് എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു, ഏയ് അവിടെ തുടങ്ങുന്നേ ഉള്ളൂ, തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മുഖത്ത് നോക്കി ഇരുന്നോളാൻ പറഞ്ഞു.